അപ്പം നമ്മൾ ദമാമി വന്നിട്ടുള്ള ഒരു ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പം ഹിബൂസും റിസ്മോനും ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ വായി നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ കുറേ സമയം ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് പിന്നെ ഇക്ക പറഞ്ഞു നമുക്ക് പുറത്ത് പോവാം, കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വലിയതായിട്ട് പോകാനുള്ള സമയമൊന്നുമില്ല, ഒരുപാട് രാത്രി ആയിട്ടുണ്ട്, ഇപ്പം തന്നെ രാത്രി ആയിട്ടുണ്ട്. ഇക്കാട് ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വെറുതെ ഒന്ന് ഇറങ്ങി ദമാമിലേക്കൊക്കെ ഒന്ന് പോയതാണ് കേട്ടോ. അപ്പം ആ വഴിക്ക് കണ്ടിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഷോപ്പിങ്ങിന് കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ടും ദമാമിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ ഇക്കാടെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് മാമ ഉണ്ടായിരുന്നു. അപ്പോൾ മാമയെ കാണാൻ വേണ്ടിയിട്ട് പോകണം. മാമ നാളെ നാട്ടിൽ പോവാണ്. അപ്പോൾ അതിന് മുന്നേ പോയിട്ട് മാമയെ മീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ മാമ അതായത് നമുക്ക് ട്രീറ്റ് ചെയ്തതാണ് കേട്ടോ. നോയമ്പൊക്കെ തുറന്ന് ഫുഡ് കഴിച്ച് നമ്മൾ ഫുള്ള് ലോഡായിട്ട് പോയതുകൊണ്ട് തന്നെ ഒരു ജ്യൂസിൽ ഒതുക്കി കേട്ടോ. റിസ്മോ മാംഗോ ജ്യൂസ്, ഞാൻ ഹിബൂസും അവക്കാഡോ ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇക്ക ചായയാണ് കേട്ടോ. ഇക്ക ചായ അഡിക്റ്റാണ്. എപ്പോഴായാലും ഇക്കാക്ക് ചായയാണ് ഇഷ്ടം. അപ്പോൾ മാമയെ കണ്ടല്ലോ, ഇതാണ് മാമ കേട്ടോ. അഷ്റഫ് എന്നാണ് മാമയുടെ പേര്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ജ്യൂസൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അതിന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയതൊരു ഷോപ്പിംഗ് മാളിലേക്കാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ കാണുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ വീഡിയോ എടുത്തു തുടങ്ങിയത്. എന്തായാലും വീഡിയോ എടുത്ത് തുടങ്ങിയത് പാടില്ല, സംഭവങ്ങൾ നമ്മൾ കാണാത്തൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പോയിട്ട് കണ്ടിട്ട് കേട്ടോ. ഓഹോ, അങ്ങനെയോ. അപ്പോൾ ഗൈസ്, ഹിബൂസ് ഇങ്ങോട്ട് നോക്കൂ. നമ്മളെവിടെ പോവാണ്? റാമിസിൽ പോവാണ്. എന്തിനാണ്? കുക്കമ്പർ വാങ്ങിക്കാൻ ചുമ്മാ പോവാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ എല്ലാം എല്ലായിടവും ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എക്സ്പീരിയൻസ് സച്ച് എ വെറൈറ്റി മാർക്കറ്റ്. ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ഡെയിലി ഞാൻ പറയട്ടെ, ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളതേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ഇത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിലങ്ങ് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഒരു സ്റ്റോർ കണ്ടിട്ടേ ഇല്ല. 69 റിയാലൊക്കെ ഉള്ളൂ. 69 ഉള്ളൂ. ഹാൻഡ് ബാഗ് ഇല്ലായിരുന്നു. അത് വേണം, ചെറുത്. എനിക്കിതിഷ്ടായി, എനിക്കിതിഷ്ടം. ഗൈസ്, ഇവിടെ അടി നടക്കുകയാണ്, ബാർഗെയിനിങ് നടക്കുകയാണ്. ഏത് കളർ വേണമെന്ന്, ഏത് കളർ വേണം? ഈ കളർ വേണോ, ഈ കളർ വേണോ? എനിക്ക് ഈ കളർ മതി. ഇതിന്റെ അമ്മയും അച്ഛനും എന്തോ ഇരിക്കുന്നുണ്ട്. വേണ്ട കഷ്ടം പോലെ മിസ്സല്ലേ ഉണ്ട് വീട്ടില്. ഇപ്പം ഇത് നോക്കടി, കൊള്ളാം. കുറച്ച് മന്തി ഇടട്ടെ. ചെറുക്കൻ അത് വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് ചെറുക്കൻ പഠിച്ചോളും. ആപ്പി ഇതൊക്കെ നോക്കിയോ? ക്വസ്റ്റ്യനൊക്കെ ഉണ്ട് ഗൈസ്. കേട്ടോ, ഒരെണ്ണം മതി. ഇതെടുക്കാം. മറ്റേ വലിയ സാധനം എവിടെ പോയി? നമ്മുടെ കുറെ പെട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? ഇങ്ങനെ ഒരുമിച്ച് കാണാൻ നല്ല രസമുണ്ട്. മറ്റേ കംഫർട്ടല്ലേ, കംഫർട്ട് ബ്ലാങ്കറ്റ്, നല്ല കളറുകളുണ്ട് കേട്ടോ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പെയിൻ കളേഴ്സ്. മുകളിൽ കണ്ടോ, ഭയങ്കര കളർഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. താഴെയോ ന്യൂഡ് ഷെയ്ഡ്സ് അല്ല. ഗൈസ്, ഞങ്ങളുടെ കുഞ്ഞുവാവ ഇവിടെ ടോയ്സിന് വേണ്ടിയിട്ട് കരയുകയാണ്. 1ാം ക്ലാസ്. 10ൻ്റെ അകത്ത് 0 കട്ട് ചെയ്താൽ പിന്നെ 1 ഉള്ളൂ. അപ്പം എൻ്റെ കൊച്ചു 1ലാണ്. ഏയ് അതിങ്ങെടുക്ക്. ഇതൊക്കെ ഗ്ലാസിൻ്റെ കാല്. ഇത് നോക്കടി, ഗ്ലാസിൻ്റെ കാല്, ഗ്ലാസിൻ്റെ ഇത് മുകളിലെ ടീപ്പ പോലെ ഉണ്ട്. രസമുണ്ട്. കൊള്ളാലോ.
സ്റ്റൂള്, ടീപ്പോസ് ഒക്കെ കൊള്ളാം. ഇതാണ് നമ്മൾ ഫുള്ളിന്ന് പർദ്ദയിലാണ് ഗൈസ്. ഇതെന്താ നമ്മുടെ ബാസ്ക്കറ്റാണോ? ഓ എനിക്ക് വയ്യ. വലിയ ട്രോളിയൊക്കെ എടുത്തതേണ്ടേ. ഇതെന്തോ ഒരു തെർമോക്കോളാണോ? അല്ലല്ലോ, കൊള്ളാം. സംഭവം കൊള്ളാം. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കട ഞാൻ കാണാത്തതായിരിക്കും അല്ലേ? കടയുണ്ടാവും ആക്ച്വലി, നമ്മൾ പോകാത്തോണ്ടായിരിക്കും. ഇപ്പം അങ്ങനെ നടക്കുക വയസ്സ്. വാപ്പിയെ കൊണ്ടെന്ത് മേടിപ്പിക്കണമെന്ന് വെച്ചിട്ട് അത് കൊള്ളാം. നോക്കട്ടെ. നിങ്ങള് ഹോട്ടലിൽ നടത്തുന്ന ഇക്ക പറഞ്ഞേട്ടോ ചായ കൊണ്ടുവന്നു അതിൻ്റെ അകത്ത്. അത് ഇതാടി കോസ്മെറ്റിക് ബോക്സാ. ഇതിത്ര നിസ്സാരം 188 റിയാലേ ഉള്ളു. ഇത് കണ്ടോ, ഗ്ലാസ് ഉണ്ട്, 3 തട്ട് ഗ്ലാസ്. അതെ, പ്രൊഫഷണൽ ഗെയിമാണ് വാപ്പി കളിക്കുന്നത്. അത് പൊടിച്ചാൽ അതിന്റെ പൈസ കൊടുക്കേണ്ടി വരും. ഈ പെണ്ണിന്റെ ഒന്നും കൊള്ളത്തില്ല. നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാ. വീഴുന്നുണ്ടോ എന്തേലും? ഇതാ നീഡിലിടണം. ഈ 2 നീഡിൽസിൽ ഞാൻ ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. നമ്മൾ വണ്ടേ ഉള്ളതാണ്. എടാ അമ്മയുടെ ഒക്കെ കുഞ്ഞിലേ ഉള്ളതാണ് ഇങ്ങനത്തെ സംഭവം. നോക്കട്ടെ, ഞാനിത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. രണ്ടെണ്ണം ഫുള്ള് ഇതൊക്കെ ഇതെന്താ ക്ലീൻ റാപ്പാണോ അതോ ഇതാ വാൾപേപ്പർ ആണോ? നോക്കത്രാന്ന് ഗൈസ്. വാൾപേപ്പർ ഇരിക്കുന്നു. അതേ 11 വാൾപേപ്പർ ഇതേ 11 റിയാലേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ ഉള്ളല്ലേ? പക്ഷെ ഇത് കൊള്ളാം. ഒത്തിരി ഉണ്ടേ, ഇതൊക്കെ ഒത്തിരി ഉണ്ട്. ഇത് ലാഭമാണ്. അയ്യതാ മേടിച്ച് കളിക്കും. നോക്ക്, നാണമുണ്ടോ? ഇക്ക ഇനിയിപ്പൊ ഇത് കളിച്ച് ഫിനിഷ് ചെയ്യാതെ ഇക്ക ഇനി ഇവിടുന്ന് വരത്തില്ല. നമുക്ക് പോവാം. ടാറ്റ ബൈ ബൈ. അത്ര ഇട്ട് കൊള്ളാം. ഹാപ്പി ഇതുണ്ട് വിൻ ചെയ്യാറായി ഉണ്ടോ? ഹാപ്പി ഇതിൽ വിൻ ചെയ്യാറായി. സമ്മതിക്കത്തില്ല. ഒരു കൊച്ചു മനുഷ്യനാവുന്നൊന്നും സമാധാനത്തിൽ കളിക്കാൻ എൻ്റെ മക്കളെ സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ കട അങ്ങോട്ട് നിരന്ന് കിടപ്പുണ്ട് ഇഷ്ടംപോലെ. വേണ്ട വാട്ടർ ബോട്ടിലൊന്നും വേണ്ട. ഇഷ്ടംപോലെ വാട്ടർ ബോട്ടിൽ അവിടെ കിടപ്പുണ്ട്. വേസ്റ്റ് ബിൻ 10 റിയാല്. ഇത് നല്ല നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേസ്റ്റ് ഇല്ല. വേണ്ട, നാട്ടിലുണ്ട് അത് ഇഷ്ടംപോലെ. ആണോ? ഇന്നലെ കിടന്ന് ചോദിക്കും. ഇന്നലെ ലുലുവിൽ പോയപ്പോഴും കിടന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇല്ലേ വീട്ടില്? ഇതൊന്നും മീശോട്ടുന്നല്ല. ഇതൊക്കെ മറ്റേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ അടിപൊളി സിസേഴ്സ്. കുത്തിക്കൊല്ല അത് വെച്ചിട്ട് ഇല്ല, അത് പറ്റൂല. അതിന് തുമ്പില്ലല്ലോ. ഇത് ക്രാഫ്റ്റ് വർക്കാ. ഇതൊന്നും മീശോട്ടുന്ന 4G ഉള്ളത്. ഇതൊരെണ്ണം മേടിച്ചാലോ? എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നത്. വാപ്പി കൊണ്ടുവരുന്ന ഇറേസർ. അവരവരുടെ ഭാഷ സംസാരിക്കുന്നു, നമ്മൾ നമ്മളുടെ ഭാഷ സംസാരിക്കുന്നു. ഒന്നുമേ പുരിയലേ. കൊള്ളാല്ലേ? അത് എനിക്കിഷ്ടമല്ല.
ഹാപ്പി കൊണ്ടിരുന്ന നല്ലൊരു പേനയുണ്ട്. അത് എവിടെ നിന്നാണോ പേനയോ? അവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ. പോറാകുമ്പോൾ വാങ്ങിച്ചാൽ പോരെ? അതപ്പം വാങ്ങിക്കണോ? നമ്മൾ വന്നേ ഉള്ളൂ ഗൈസ്. പക്ഷെ പോറാകുമ്പോഴത്തേക്കും വേണ്ട ബുക്സ് എവിടെ ഇതുകൊണ്ടല്ല. അത് മറ്റേ ബിൽഡിംഗ് ബ്ലോക്സ് ഇതല്ലേ? യോഗ മാറ്റാണ്. സോറി, ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ആ ശരിയാ, മറ്റേ നിങ്ങളുടെ റെസ്ലിംഗ് മാറ്റ് പോലെ. എന്തിന് ഞാൻ വണ്ടി മാറ്റി കൊടുത്തു. അങ്ങനെയല്ല, നിന്നെ പോലെ അല്ല എല്ലാരും, നന്ദിയില്ലാത്തവരല്ല. ഞാനാ മാറ്റി കൊടുത്തു. എനിക്ക് ആ താങ്ക് യു പറയണം. ബോള് വാപ്പി എവിടെ? വാപ്പി എവിടെ? വാപ്പി എവിടെ? റിസ്മോൻ എന്തൊക്കെയോ ലക്ഷ്യമാക്കി പോവുകയാണ്. സൈക്കിള്. റിസാൻ നമ്മൾ സൈക്കിൾ മേടിക്കാൻ പോവാണ്. നില്ല റിസ തമ്പിനെ റിസ ഇങ്ങോട്ട് നോക്കിയില്ലേ? റിസാൻ നമ്മൾ സൈക്കിൾ വാങ്ങി ഗൈസ്. ചുമ്മാതെയോ? റിസാൻ ഈ സൈക്കിൾ മതിയോടാ? ഇതാണ് ഇപ്പം ഉമ്മ വാങ്ങിച്ചു തന്നേനെ. നീ കുഞ്ഞല്ലല്ലോ, നീ വലിയ ഒച്ചല്ലേ, നിനക്കത് ഇടാൻ പറ്റുമോ? വലിയ ചെക്കന്മാരതൊന്നും ഉപയോഗിക്കത്തില്ല. നിനക്ക് ഇനിയിപ്പോൾ വല്ല സ്കൂട്ടിയോ വല്ല ബുള്ളറ്റോ ഒക്കെ ആയിരിക്കും നല്ലത്. എനിക്ക് സൈക്കിളൊന്നും ഇഷ്ടമില്ലല്ലോ. ഇതെന്താ കൊച്ചു കൊച്ചു ടോയ്സ് ഒക്കെ ഇരിക്കുന്നത്? കണ്ണാടിയും പിന്നെ ഇതെന്താണ് സാധനം? ബാഗ്. ഇതോ? എന്താ ബാഗ്? അതുകൊണ്ട് ഒരാള് കയറിയിരുന്ന് പോണുണ്ടോ? ഓടി. അയ്യോ പാവക്കുട്ടി എടുക്കുന്ന കായും ബായും കൂടെ. നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അയ്യോ അടിപൊളി, നല്ല രസമുണ്ട്. അതിൽ ബുദ്ധി ഇല്ലാത്ത പിള്ളേരിരിക്കുന്ന പോലെ ഉണ്ട്. പൂച്ചക്കുട്ടി ഇരിക്കുന്ന പോലെ ഉണ്ട്. പൂച്ചക്കുട്ടി എത്ര രൂപ? മേടിക്കണ്ട കേട്ടോ, എനിക്ക് വെക്കാൻ സ്ഥലമില്ല അലമാരിക്കകത്ത്. ഇഷ്ടംപോലെ പാവക്കുട്ടി ഇരിക്കുന്ന, അതിന് വെക്കാൻ സ്ഥലമില്ല. പക്ഷെ ഇതിന് നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്, തൊടാൻ തന്നെ അടിപൊളി. നമുക്ക് കുഞ്ഞാവിക്ക് വെച്ച് കൊടുക്കണം. വേണ്ട, അപ്പത്തേക്ക് അങ്ങ് ശൈത്താൻ കൂടിയുണ്ടോ? പെട്ടെന്ന് അങ്ങനെ നാഗവല്ലി മാറുന്നത്. സ്പോർട്സിന്റെ അതിന്റെ ആവശ്യമില്ല. അല്ല മറ്റേല്ല, അത് ഇതേണ്ട ലൂഡോ പോലെ 1 2 3 4. എടി ഹിബ ഷീറ്റിന്റെ ആണ്. ഇതൊക്കെ എന്ത് ഗെയിമാണ് ഗൈസ്? എനിക്ക് അറിയത്തില്ലല്ലോ. 52 റിയൽ, അതറിയാം. ഇത് നമ്മുടെ കാർഡ്സിലുള്ള സൈൻസ് എല്ലാം ഉണ്ട്. എന്താണോ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇടുക കേട്ടോ. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈം കാണും. എന്തോ നശിപ്പിക്കുവാണോ രണ്ടാളും കൂടെ? എന്ത് ചെയ്ത്? വിറകൊടിക്കുന്നു, വിറകൊടിക്കുന്നു. അതല്ല, കൊള്ളത്തില്ല പാപ്പി, കൊള്ളത്തില്ല പാപ്പി, അത് കൊള്ളത്തില്ലാന്ന്. ആ റോബോ മാമച്ചി കൊണ്ടുവന്ന റോബോ അത് പോലത്തെ കൊള്ളത്തില്ല പാപ്പി, ഈ സാധനം കൊള്ളത്തില്ല, നമുക്കങ്ങ് വെച്ചേക്കാന്ന്. നമുക്ക് പറ്റിയ പണിയല്ലെന്ന്. ഇക്ക മറ്റേ നമുക്ക് ഇങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് നോക്കാം. ഇക്ക മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? എന്താ? ഹായ് ബേബീസ്, ലവ്ലി ഡോൾ. എനിക്ക് പണ്ടേ പാവക്കുട്ടികളെ ഇഷ്ടം. ഇങ്ങനത്തെ പാവക്കുട്ടികളെ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം. എനിക്ക് ടെഡി ബിയറിൻ്റെയും ഇങ്ങനെ വലിയ സംഭവങ്ങളെ കാട്ടി എനിക്കിഷ്ടം ഏതാണെന്നറിയോ? ഇതുപോലത്തതാ. ഇതാകുമ്പം നമുക്ക് കുളിപ്പിക്കാം, കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുതി കൊടുക്കാം. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം. നിന്നെ പേടിച്ച് ഞാൻ അതിനെ എടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അയ്യോ സുന്ദരി മോള്, അടിപൊളി. എനിക്കിഷ്ടമൊന്നുമില്ല, പിന്നെന്താ കൊച്ചിന് ഇഷ്ടപ്പെട്ടാല്? അടിപൊളി. എല്ലാം സെയിം ആണോ? ആ ഡിഫറെൻ്റ് ഉണ്ട് ഗൈസ്. ആ സൂപ്പർ ആയിട്ടുണ്ട്. ഓ
അടിപൊളിയായിട്ടുണ്ട് കൊതി തീരുന്നില്ല കണ്ടിട്ട്. ഫ്ലവേഴ്സ് അല്ല, ലീവ്സിന്റെ സെക്ഷൻ, ഫ്ലവർ വേസസിന്റെ സെക്ഷൻ. എന്തൊക്കെ അതെ അല്ലേ? ഇതിനെത്ര നോക്ക്. വേണ്ട മൈ ഗോഡ്, അത് വേണ്ട. കൊള്ളാതെ നോക്ക്, നല്ല രസമുണ്ട്. ഇതൊക്കെ അടിപൊളി. എനിക്ക് അങ്ങനത്തെ ചെടി വേണം. ഇങ്ങനെ നിൽക്കുന്ന വലുത് ഇതുണ്ട്, ഇതുപോലത്തെ പച്ചയൊക്കെ പോലത്തെ. ഈ ബാഗ് ഏതാ എടുക്കണ്ടേ? ഏറ്റവും അടിയിരിക്കുന്ന വേണ്ട. തവിട് പൊടിയാവുമെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? നാടെത്തുമ്പോ പൊടിക്കാനായിട്ടാണോ ഇത്? തവിട് പൊടിയാക്കാനായിട്ടാണോ ഇതൊക്കെ മേടിക്കുന്നത്? ജഗ്ഗൊക്കെ എവിടെയൊക്കെ കണ്ടേ? ഇവിടാണോ കണ്ടത്? ഇതുണ്ട്, ബക്കറ്റ് നിറച്ച് ഐസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് തന്നെ. ഇതൊക്കെ എത്ര? കൊള്ളാം. എല്ലാം ട്രെയിൻ വലുതിന്. അതിന് എത്ര നോക്ക്? അയ്യോ, അത് കൊള്ളാടി, നല്ല രസമുണ്ട്. നിന്നെ പെണ്ണാണാൻ വരുമ്പം ഇങ്ങനെ നീ അതിനകത്ത് ചായ കൊണ്ട് പോയാൽ മതി കേട്ടോ. ജോലി ഇല്ല, ദേണ്ട തടിയുടെ ഉണ്ട്. റിസ്മോനും പെണ്ണാണാൻ വരുമ്പോ അതുണ്ടോ നോക്കട്ടെ. അവൻ വെച്ച്, അവന് കല്യാണം എന്ന് പറഞ്ഞപ്പോഴേ അവൻ വെച്ച്. പക്ഷെ അവനാണോ? എടി ഇത് പൊടി കിടക്കാണോ? നോക്ക്, ഇത് പൊടി കിടക്കുന്നു. സാധനം അത്ര കൊള്ളാം. ഇക്ക ഈ ഹിബായ പെണ്ണാണാൻ വരുമ്പോ ഹിബ വലിയ ട്രൈക്കകത്ത് ചായ കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പൊ റിസ്മോ ഇതെടുത്ത് അവന് വലുത് വേണോന്ന്. വേണ്ടേ, ഇച്ചിരി വലുത്. ഞാൻ പെണ്ണാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് വെച്ച്. നോക്ക്, പിടിച്ചേ. കാക്കിനി ഒരു ചാൻസ് ഇല്ലല്ലോ. 45 റിയാല്. പാപ്പി അത് വെച്ചു, അപ്പടെ ഇതിൽ വെച്ചു, ട്രോളി. താഴെ ചാരി വെച്ചാ മതി. 14 റിയാലേ ഉള്ളൂ. ഫിൽറ്റർ ഉണ്ട്, പിന്നെ മറ്റേ ഇതുണ്ട്. ഹീറ്റാവോ? ഹീറ്റാക്കാൻ പറ്റൂല. പിന്നെ ഇതെങ്ങനെ ചെയ്യും? ഹീറ്റാക്കാൻ എനിക്ക് കെറ്റില്ല. ഇതാ വേണ്ടേ, അടുപ്പി വെക്കുന്നതാ വേണ്ടേ, അല്ലാത്ത എനിക്ക് വേണ്ട. 24 രൂപയുടെ സാധനം, 24 രൂപയുടെ സാധനം 24 രൂപയ്ക്ക് തന്നെ. ഇത് പിന്നെ 5 റിയാലിന് ഇത് എന്താ കിടക്കുന്നേ? ഓ ഇത് ഇതേ 10.95 സാധനം 5.50. ഓഹോ, വേണ്ട ഗൈസ്, എൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. ഇത് കഴിഞ്ഞോണ്ടല്ലോ ഹിബാക്ക് ഒരു വിരളി ആയിരുന്നു. അന്നല്ല, ഇപ്പോഴും ഉണ്ടാ വിരളി. അതുകൊണ്ട് ജഗ്ഗോ, ഈ ജഗ്ഗൊന്നും നമുക്ക് വേണ്ട. എന്നാലും നമുക്ക് കണ്ടേക്കാം. ഏത് ഹായ് മറ്റേലത് ആലിബാബ വിളക്കും ഭൂതം. ഇതാകുമ്പോ ജീനി വരും. അത്ഭുത വിളക്ക് പോലെ ഇരിക്കുന്നുണ്ട്. ഇതിന് ഭൂതം ഇറങ്ങുന്നത് ജിന്നിന്റെ കുപ്പി അല്ലേ? എന്ത് പറയുന്നത്? ജിന്നിന്റെ എന്താന്നാ പറയണ്ടേ?
വെരി വെരി കൊള്ളാം ഇതൊക്കെ. പൊട്ടിച്ചു വെച്ചിരിക്കുന്നു. 18 നമ്മൾ അവിടെ ഇരിക്കുന്നത് പൊട്ടിച്ചിട്ടേക്കുന്നു. അയ്യോ ഞാനല്ല ഗൈസ്, ഞാൻ പോന്നു. എൻ്റെ പൊന്നെ, ഇതൊക്കെ 5 രൂപ, വേണ്ട 2 രൂപ, 2 dirhams. വേണ്ടേ 5.75, 2.85. അതിനെന്താ ഇതിങ്ങനെ നിൽക്കും? ഒന്നും പറ്റിയില്ല ഗൈസ്, ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ട്. ഹണി പോട്ട്, ഇത് ഹണിയുടെ ഷേപ്പ് ഉണ്ടോ? ഹണി ബീൻ്റെ ഷേപ്പിൽ കൊള്ളാല്ലേ. എൻ്റെ കൈ പൊള്ളിയതുണ്ടോ ഗൈസ്? നിശാമൂശ പൊരിച്ചപ്പോഴത്തേക്ക് എണ്ണ വീണതാണ്. അയ്യോ 4 പൊള്ളി. 4 5 5. മൊത്ത പൈസ ഇവിടെ കൊടുക്കും. ഹിബായ അതിൻ്റെ അകത്ത് അരിയാട്ടാൻ ഇട്ടിട്ട് പോകും. കള്ള ഇവ ക്യൂട്ട്നെസ് വാരി വിതറുന്നു. എനിക്ക് പറ്റിയൊരു കപ്പ് വേണം. മുട്ട പൊരിച്ചതോ? ഒരു പെണ്ണും പ്രധാനം. മുട്ട പൊരിച്ചത് എന്തി? ഹിബ ഉദ്ദേശിച്ചത് ഇതാണ്, ബുൾസൈ. അത് സത്യമാ. നോക്ക്, കൊള്ളാം. നോക്കടി, ഈ ലാമ്പ ഇങ്ങനെ ഇരുട്ടത്തിൻ്റെ തീ കത്തിച്ചിട്ട് ഇങ്ങനെ പോണം. ഓ അവിടെ എന്തോ ഉണ്ടല്ലേ. ലാമ്പോ ഇത് ഐസ്ക്രീം ബൗള് പോലെ യൂസ് ആക്കുന്ന സാധനം. നമ്മുടെ ഫോൺ ഡെഡ് ആവാറായിട്ടുണ്ട്. നമ്മുടെ വ്ളോഗ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഹിബായും റിസാനയും ഇക്കായും കാണുന്നില്ല. ഞാൻ എടുക്കത്തില്ല, ആടെ കളഞ്ഞിട്ട് വന്നു. ഇക്കതേണ്ട ആ അടിപൊളി ജഗ്ഗുകളുടെ കളക്ഷൻ അവിടെയൊക്കെ നോക്കുകയാണ് ഗൈസ്. നമ്മൾ ഇന്നലെ ലുലുവിൽ പോയിട്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ കണ്ടപ്പോൾ ഇക്ക പറയാണ് അവിടെ നിന്ന് വാങ്ങണ്ടായിരുന്നു, ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന്. അത്രയും അടിപൊളി കളക്ഷൻസ് ഉള്ള സ്ഥലം സ്പോട്ട് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്തൊക്കെ റാമിസ് ദമാം ടൊയോട്ട. അറിയാവുന്നവർക്ക് അറിയാം, അറിഞ്ഞാത്ത എന്നെ പോലുള്ളവർക്ക് എല്ലാം സ്വാഹ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ഹിബ, നമുക്കിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കാണാം. ബൈ പറ. ചേട്ടാ ബൈ ബൈ. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയില്ല. കുഞ്ഞു പാസ്, കുറേ അയൺ ബോക്സസ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ബൈ ബൈ പറഞ്ഞതാണ്, പക്ഷേ നമ്മൾ ആ കുഞ്ഞൂസിനെ കണ്ടപ്പം പെട്ടെന്ന് ഓണാക്കിയതാണ് കേട്ടോ. ഇപ്പം അതേണ്ട എടുത്തോണ്ട് വരുന്നുണ്ട്. നമ്മൾ ഇത്രയും മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഇത്ര നേരം വായി നോക്കിയത് വെറുതെയാണ് ഗൈസ്. നമുക്ക് ആവശ്യമുള്ള സാധനത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നതേ ഉള്ളൂ. ഏതാ? ആ എത്ര റിയാല്? 5.75. പക്ഷെ ഇന്നലെ ഞാൻ അവിടെയും കണ്ട്, പക്ഷെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് മേടിക്കാൻ. ഞാൻ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മേടിക്കാമായിരുന്നു. പൊട്ടാണ്ട് കൊണ്ടുപോകാൻ പറ്റിയ മാർഗമൊന്നുമില്ല. പൊതിഞ്ഞുണ്ടോ? അകത്ത് വേറെ പാത്രവും ഇതൊക്കെ വെച്ചിട്ടേ പൊതിഞ്ഞുണ്ടായാലോ? എടുക്കുന്ന അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ വെറൈറ്റി ഗ്ലാസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പം നിറയ്ക്കാൻ വന്നതല്ല, വെറുതെ ഒന്ന് കാണാൻ കയറിയതാ കട. എന്നിട്ട് കാണാൻ സമയം ചുമ്മാ പോകാൻ വേണ്ടിയിട്ട് കാണാൻ കയറിയിട്ട് നമ്മൾ ഇത്രയും മേടിച്ചില്ലേ. എന്തോ പെൻസിൽ എടുത്തോ? എടുക്കണ്ട, വീട്ടിൽ ഇഷ്ടംപോലെ പെൻസിൽ കിടക്കുന്നു. വീട്ടിലല്ല ഇവിടെ. ചരിച്ചു കൊടുക്കുക. അങ്ങ് കൊണ്ടുപോകും കൊണ്ട്. നല്ല ഇഷ്ടമായി എനിക്ക് ഈ കളറും സാധനവും. ഞങ്ങൾക്ക് ഉന്നയിച്ച് കൊടുത്തിട്ട് പോയ ചട്ടി ഇതുപോലത്തെയാണ്. 3%. ദോശ, നല്ലൊരു ദോശ വേണോ? ദോശക്കല്ലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ ഗൈസ്. അല്ല, നമ്മൾ അന്നേരം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പൂച്ചക്കണ്ണി വന്നിട്ട് ബാബായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഫോണിൽ ചാർജ് ചെയ്താറായി. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ. കാണാത്ത ഒരുപാട് സംഭവങ്ങൾ കാണാം. നാട്ടിൽ കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ എല്ലാം കണ്ടിട്ട് വരാം കേട്ടോ. ക്യാമറ വെച്ചുകൊണ്ടൊന്നും ഒരുപാടൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പം
പിന്നെ വീഡിയോ എടുത്ത ഒരു ഗുണമുണ്ട്, ഞാൻ ഇവിടെ നിന്ന് കണ്ടില്ലെങ്കിലും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തിന് ബാക്കി കൊണ്ട് എനിക്ക് കാണാൻ പറ്റും. ഇത് നല്ല രസമുണ്ടല്ലേ, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം കുറേ ഉണ്ട് ഗൈസ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ വാങ്ങി. ഈ ഷേപ്പിലുള്ള ക്യാപ്സിക്കം കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇക്കാക്ക് എത്ര എണ്ണം കിട്ടിയാലും മക്കത്തെ. അങ്ങനെ ഗൈസ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്തൊക്കെയോ പേരറിയാത്ത വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്. എനിക്കതൊന്നും അറിയത്തില്ല. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഉണ്ട്, വെളുത്തുള്ളിക്കുട്ടൻ. എവിടെയൊക്കെ വെളുത്തുള്ളിക്ക് 3.5 റിയാല്, അതായത് 70 രൂപ. ഓഹോ, ഒക്കെ കൊടുവാളൊക്കെ എടുത്ത് നിൽപ്പുണ്ട് ഗൈസ്. അപ്പം നമുക്ക് വെക്കാം. ടാറ്റ ബൈ ബൈ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേണ്ട് ഒരു പാർക്കിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കുറേ സമയമായി, നല്ല വൈകിട്ടുണ്ട്. പാർക്കിൽ ചെന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റടിക്കുന്നുണ്ട്. ഹിബൂസും റിസ്മോനും പാർക്കിലേക്ക് ഓടിപ്പോവാണ് കേട്ടോ. അവർക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലെയാണ്. അപ്പം ഞാൻ ഇതുപോലെ പുറത്തു പോകുന്ന ചെറിയ വീഡിയോസ് ഉണ്ടെങ്കിൽ ഇടുന്നതിനോട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ പറയുക കേട്ടോ. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അതും പറയുക. എന്തായാലും ഞാൻ വീഡിയോസ് എടുക്കും, എപ്പോൾ പോയാലും ഞാൻ വീഡിയോസ് എടുക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.